നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹെൽത്ത് പ്ലസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഹെൽത്ത് പ്ലസിൽ ഒരുപാട് സ്പെഷ്യാലിറ്റികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, അക്യുപഞ്ചർ എന്നൊക്കെ തുടങ്ങിയ നിരവധി മേഖലകളിലൂടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹെൽത്ത് പ്ലസിൻ്റെ എപ്പിസോഡ് കടന്നു പോകുന്നു. ഇത്തവണ ഏറെ വ്യത്യസ്തമായ ഒരു ചികിത്സാ രീതിയുമായിട്ടാണ് ഹെൽത്ത് പ്ലസ് നിങ്ങളോടൊപ്പം എത്തുന്നത്. ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായ കാലം മുതൽക്ക് തന്നെ ആയുരാരോഗ്യ സൗഖ്യം തേടിയുള്ള അവൻ്റെ യാത്ര തുടങ്ങുകയായി. ഏറ്റവും സുരക്ഷിതവും സുഖകരവുമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി രോഗാവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള അവൻ്റെ പ്രയാണം ഇന്നും തുടരുകയാണ്. അത് എത്തി നിൽക്കുന്നത് ഏറ്റവും പുതിയ ചികിത്സാ രീതികളിലാണ്. അത്തരത്തിൽ നമുക്ക് ഏറ്റവും ആശ്രയിക്കാവുന്ന ഏറ്റവും നൂതനവും സവിശേഷവുമായ ഒരു ചികിത്സാ രീതിയാണ് പ്രാണിക് ഹീലിംഗ്. ഒട്ടനവധി ആളുകൾക്ക് ഒട്ടനവധി രോഗങ്ങൾക്ക് ശാന്തി നൽകിക്കൊണ്ട് പ്രാണിക് ഹീലിംഗ് അതിൻ്റെ ജനസമ്മതി ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്തേ. പ്രാണിക് ഹീലിംഗ് കോഴിക്കോട് ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ട്രസ്റ്റി. എൻ്റെ പേര് എന്നോ വത്സരൻ. പ്രാണചികിത്സ എന്താണെന്നും പ്രാണിക് ഹീലിംഗ് എന്താണെന്നും അറിയാനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പ്രാണിക് ഹീലിംഗ് എന്നുള്ളത് ഒരു ഊർജ്ജ ചികിത്സയാണ്. അലോപ്പതിയോ മറ്റേതെങ്കിലും ചികിത്സാ സമ്പ്രദായങ്ങൾക്കോ പകരമായിട്ടുള്ളതല്ല പ്രാണിക് ഹീലിംഗ്. പ്രാണിക് ഹീലിംഗ് ചെയ്യുക വഴി രോഗം വളരെ പെട്ടെന്ന് മാറാനുള്ള ഒരു സാഹചര്യം എനർജി ഊർജ്ജ ശരീരത്തിൽ സംഭവിക്കുമ്പോഴാണ് രോഗത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, മാറുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഏത് ചികിത്സാ സമ്പ്രദായത്തിന് മുന്നേ അതിനുശേഷമോ ഒരു അനുകൂല ചികിത്സ എന്ന നിലയിൽ ആ ചികിത്സയോടൊപ്പം തന്നെ ചെയ്യാവുന്ന ഒരു ചികിത്സാ രീതിയാണ് പ്രാണിക് ഹീലിംഗ്. ഗ്രാൻഡ് മാസ്റ്റർ ചോവാക്കോവ്സ്കി രൂപകൽപ്പന ചെയ്ത പ്രാണിക് ഹീലിംഗ് 25ഓളം വർഷങ്ങളിൽ പരീക്ഷിച്ച് നിരീക്ഷിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം അത് പബ്ലിക്കിലേക്ക് തന്നിരിക്കുകയാണ്. അതിൻ്റെ പരിശീലകർ പ്രാണിക് ഹീലിംഗ് പഠിച്ച് ആ ടെക്നിക്കൽ വശത്താക്കി അത് പ്രാക്ടീസ് ചെയ്യുകയും ഒരുപാട് രോഗികളെ ചികിത്സയ്ക്ക് വിധേയരാക്കാനും പൂർണ്ണ സുഖം പ്രാപിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. മാസ്റ്റർ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്, ഈ ചികിത്സയിൽ എന്തെങ്കിലും മാറ്റം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു മെഡിക്കൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രാണചികിത്സകർ ഒരിക്കലും മെഡിക്കൽ ഡയഗ്നോസിസ് ചെയ്യാൻ പാടുള്ളതല്ല. അതേ അവസരത്തിൽ ഒരു മെഡിക്കൽ ഡോക്ടർക്ക് പ്രാണിക് ഹീലർ ആവാം. ഏതെങ്കിലും ഒരു മരുന്നോ അല്ലെങ്കിൽ ഔഷധങ്ങളോ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള മെഡിക്കൽ ചികിത്സാ നടപടിയിൽ പ്രാണചികിത്സകർ ഇടപെടാൻ പാടുള്ളതല്ല. ഒരിക്കൽ മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ രീതിയിൽ
ചികിത്സകൾ നിർദ്ദേശിക്കുകയും വരുന്നത്. യോഗവിദ്യ പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ കാലിക്കറ്റ് കേരളയുടെ ട്രസ്റ്റിയും സീനിയർ ട്രെയിനറുമായ ടി സുധാകരൻ സാറിനോടൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത്. ഈ യോഗവിദ്യ പ്രാണിക് ഹീലിംഗിൻ്റെ ചികിത്സാ രീതികളെ പറ്റിയും ഒട്ടനവധി അസുഖങ്ങൾക്ക് അത് നൽകുന്ന ശമനത്തെ പറ്റിയൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്തേ. അപ്പോൾ ഇന്നത്തെ ലോകാവസ്ഥയിൽ സാറേ നമുക്കറിയാം, രോഗങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഏറ്റവും പുതിയ ചികിത്സാ രീതികൾ ഇനി എന്ത് എന്നുള്ള അർത്ഥത്തിൽ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പൊന്നും കാണാത്ത വിധത്തിൽ പുതിയ പുതിയ രോഗാണുക്കൾ വർദ്ധിക്കുന്നതായിട്ടൊക്കെ ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകളുടെ നിരന്തരമായ അന്വേഷണം ഇത്തരം ചികിത്സാ രീതികളെ തേടി വരുന്നുണ്ട്. പ്രാണിക് ഹീലിംഗ് എന്നുള്ള ചികിത്സാ രീതിയെ പറ്റി സത്യത്തിൽ ഇതിൻ്റെ ഒരു ഒറിജിൻ, ഒരു തുടക്കം എവിടെയാണ് സാർ? നമ്മൾ തുടക്കം ഇന്ത്യയിൽ നിന്ന് തന്നെ പറയാം. അതെ അല്ലേ, നേരത്തെ ഇന്ത്യയിൽ നിന്ന് പോയത്. ഇന്ത്യ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യപത്തിൽ നിന്നും മഹാഗുരുജി മേലിംഗിന്റെ പക്കൽ നിന്നും മാസ്റ്റർ ചൊവ്വ കൊക്സുയി ചൈനയിൽ ജനിക്കുകയും ഫിലിപ്പൈൻസിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യുകയും അവിടെ നിന്ന് അദ്ദേഹം ഇവിടെ എത്തി ആ ഗ്രന്ഥം സ്വീകരിച്ച് പ്രാണിക് ഹീലിംഗ് അദ്ദേഹമാണ് ഇതിന്റെ ഗുരുജിയായിട്ട് അറിയപ്പെടുന്നത് അല്ലേ? ആധുനികവൽക്കരിച്ചുകൊണ്ട് ഇന്ന് 140ഓളം രാജ്യങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ തക്ക രീതിയിലേക്ക് വളർന്നു കഴിയുകയാണ് അല്ലേ? വളർച്ച എന്ന് പറഞ്ഞാൽ നിരന്തരം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അല്ലേ? കൂടുതൽ ഇതിന്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ശരീരം തൊടുന്നില്ല, മരുന്ന് നൽകുന്നില്ല. അതിനുപയോഗിക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ ജീവശക്തിയാണ്. ഓ, അത് ശരി. ദൃശ്യ ശരീരത്തെ ജീവശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗഖ്യപ്പെടുത്തുക. സാധാരണ മരുന്ന് മറ്റ് അസുഖങ്ങൾ, മറ്റ് ചികിത്സാ രീതികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണെന്നാണ് പറയാറുള്ളത് അല്ലേ? അതും പോലും ആവശ്യമില്ല. ഊർജം അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, വായുവിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, അത് ശരി, സൂര്യനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത് സ്വീകരിച്ചുകൊണ്ടാണ് ഇതിൽ ചികിത്സ നൽകുന്നത്. അത് ശരിയാണ്. ഇതിൽ നമ്മളൊരു ഗുരു എന്നുള്ള ഒരു കൺസെപ്റ്റ് വളരെ ശക്തമാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളത് ഹീലർ എന്നാണ് നിങ്ങളുടെ ഒരു രീതിയിൽ പറയാൻ തോന്നുന്നു അല്ലെ? ഹീലറും ഗുരുവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഒരു ഗുരുമുഖത്തു നിന്ന് വേണം നമ്മൾ ഏതൊരു വിദ്യ അഭ്യസിച്ചെടുക്കാനല്ലേ? അത് ഗുരുവിനെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കുകയും വേണം. മാത്രമല്ല, ഒരു ഗുരുമുഖത്ത് നിന്ന് നമ്മൾ ഒരു വിദ്യ അഭ്യസിക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്തു തരാനുള്ള അവസരം ഗുരുവിന് കിട്ടുന്നു എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ അതിനൊരു സാധ്യതയില്ലല്ലോ പലപ്പോഴും. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഗുരുവിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എനർജി നിരന്തരം റേഡിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഗുരുവായിട്ടാണ്. ഇപ്പൊ ശക്തമായ സ്രോതസ്സാണ് അല്ലേ? സ്രോതസ്സാണ്. അത് നമ്മുടെ ക്ലാസ്സുകളിലായാലും ചികിത്സയിലായാലും അത് ഹീലർക്ക് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. അത് ശരി. അപ്പൊ ഈ ഗുരുജി തന്നെയാണോ ഇത്തരം ഹീലർമാരെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്? എങ്ങനെയാ ഒരു രീതി? ഈ ഗ്രന്ഥം ശാസ്ത്രീയവൽക്കരിക്കുകയാണ് ആദ്യം ഗുരു ചെയ്തത്. ഇന്നത്തെ ഒരു സമൂഹത്തിന് വേണ്ടി ഉപകാരപ്രദമാക്കുക. പുസ്തക രൂപത്തിലും CD രൂപത്തിലും ബ്രോഷറായിട്ടും മാനുവലായിട്ടും ടീച്ചിങ് മാനുവലായിട്ടും തയ്യാറാക്കി ഇന്ന് എല്ലാ രാജ്യങ്ങളിലേക്കും അതിനുള്ള പരിശീലനം നൽകുകയും ഗുരു തന്നെ പോയി ആദ്യഘട്ട പ്രചാരണമൊക്കെ ഗുരു തന്നെ ചെയ്തു. അതുവഴി ട്രെയിനർമാരെ സൃഷ്ടിക്കുകയും അതുവഴി നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഈ ചികിത്സാ രീതി പ്രചരിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. സാറ് അത്തരത്തിലൊരു ട്രെയിനിങ് കിട്ടിയ ഒരാളാണോ? ഗുരുമുഖത്ത് നിന്ന് തന്നെ കിട്ടിയെന്നാണോ പറയുന്നത്? ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കാൻ തോന്നുന്നു അല്ലേ? അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നാണ് തോന്നുന്നു അല്ലേ? 2007 മാർച്ച് 19 വളരെ നേരത്തെ അദ്ദേഹം പോകുന്ന സമയം നേരത്തെ പറഞ്ഞിരുന്നു, ശിഷ്യരോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ആ സമയം തന്നെ കൃത്യത്തെ പോവുകയും ചെയ്തു. ശരി. മഹാരഥന്മാർ അങ്ങനെയാണെന്ന് പറയാറുണ്ട്. നേരത്തെ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ വിയോഗം എപ്പോഴാണെന്നുള്ളത് നേരത്തെ പ്രവചിക്കാൻ പറ്റുന്നൊക്കെയാണ്. എങ്കിലും ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാണ് അദ്ദേഹം പോയത് എന്നുള്ളൊരു സന്തോഷം നോക്കണം. വർഷത്തോളം നിരന്തരമായ പരിശ്രമത്തിന്റെയും ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ച ഒരാളായിരുന്നു അല്ലേ? ഒരാളാണ്. ആ ഒരു ഡെഡിക്കേഷനാണ്. അത്രയും പ്രാണിക് ഹീലിംഗിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടാണ് നമ്മളോട്. അപ്പൊ അത്തരം ആ ഒരു ഡെഡിക്കേഷൻ വൃഥാവിലായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് ലോകം മുഴുവൻ ഈ ഇത്തരം ട്രെയിനർമാരും അവര് ഒട്ടനവധി ആളുകൾക്ക് അതിന്റെ സുഖം സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയും ലോകത്തിന് എന്നുള്ളതാണ്.
ഇതില് സത്യത്തില് ഒരു പ്രാർത്ഥനാ രീതി കൂടി കടന്നു വരുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതേപറ്റി ഒന്ന് പറയാമോ സാർ? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ ദൈവത്തോടും അതോടൊപ്പം തന്നെ അതിന് അഭ്യസിക്കാൻ തയ്യാറാക്കി തന്ന ഗുരുവിനെയും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഹീലിംഗ് എല്ലാം തന്നെ തുടങ്ങുന്നത്. അത് നിരന്തരം ഞങ്ങൾ ആ മനസ്സിൽ ആ ഗുരു ഉണ്ടായിരിക്കും. അതുവഴിയാണ് ഇത് സൗഖ്യപ്പെടുന്നത്. അല്ല, ഭാരതീയ സങ്കല്പത്തില് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഒരു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തിന് മൊത്തം നമുക്ക് സുഖവും സന്തോഷവും ഉണ്ടാവണമെന്ന്. അത്തരത്തിലുള്ള കൺസെപ്റ്റ് ഇതിന് പിന്നിലുണ്ടോ? ഉണ്ടല്ലോ. അതെ അല്ലേ. ഇതില് ഗുരു പലതരത്തിലുള്ള ധ്യാനങ്ങൾ നമ്മളെ പരിശീലിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ആത്മീയമായ ശക്തി ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം വികസിക്കണമെന്ന് ഗുരു നേരത്തെ പറയുന്നു. ആ വികാസം സിദ്ധിക്കുമ്പോഴാണ് നമ്മൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാനും മാന്യമായി അവരോട് പെരുമാറാനും അതുവഴി അവർക്ക് പല സഹായങ്ങളും ചെയ്യാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകുന്നത്. അതിന് ഗുരു ചെയ്തിരിക്കുന്നത് ഈ ധ്യാന സമയത്ത് ലോകത്തെ ഭൂഗോളത്തെ അനുഗ്രഹം ചെയ്യുക എന്നുള്ളതാണ്. ആത്മീയ ശക്തി കൊണ്ട് ഭൂമിയിലേക്ക് ദിവ്യമായ ഊർജത്തെ പ്രദാനം ചെയ്യുക വഴി ഇത് ഈ സാധകനിലേക്ക് അദ്ദേഹത്തിന്റെ ഹൃദയം വികസിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുവഴി ആത്മീയമായ ശക്തി ഈശ്വരനിൽ നിന്നും വളരെ ശക്തമായി ഈ സാധനയിലേക്ക് ഒഴുകുന്നതായിട്ട് പ്രവഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സവിശേഷത ലോകത്തെ സേവിക്കാനുള്ള ഒരു അവസരം എല്ലാ പ്രാണികീലർക്കും ഗുരു നൽകിയിട്ടുണ്ട്. കാരണം അവർ ചെയ്യുന്നത് ലോകത്തിന്റെ നന്മ തന്നെയാണ്. വലിയ കൺസെപ്റ്റാണ്. ഭൂമി എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് കണ്ടാമിനേഷൻസ്, ദുഷിച്ച ഊർജം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ. അത്തരം ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പം ദിവ്യമായ ഊർജം അല്ലെ നമ്മൾ പ്രകൃതിയിൽ സ്വീകരിക്കുന്ന ഊർജം കൊണ്ട് മനുഷ്യ ശരീരത്തിലെ അസുഖത്തെ മാറ്റാമെങ്കിൽ ഭൂമിയിലുള്ള മാലിന്യങ്ങളെ ആത്മീയ ശക്തി കൊണ്ട് പ്യൂരിഫിക്കേഷൻ നടത്താൻ സാധിക്കും എന്ന് ഗുരു നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ അതിൻ്റെതായുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. അതെ അതെ അതെ, നമുക്ക് നേരിട്ട് അനുഭവപ്പെടാവുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ സാർ? സാധാരണയായിട്ട് സാറേ നമ്മൾ പ്രധാനമായിട്ടും ഒരാൾ ഇത്തരം ചികിത്സാ രീതികളിലേക്ക് എത്തുന്നത് അസുഖം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. തനിക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്ന ഒരു രോഗലക്ഷണത്തെ ഇല്ലായ്മ ചെയ്യാൻ എവിടെയാണ് ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ് അവരിങ്ങനെ ഓടി നടക്കുന്നത്. പലപ്പോഴും ഒട്ടനവധി ചികിത്സാ രീതികളിലൂടെ കടന്ന് അവസാനമായിരിക്കും പലപ്പോഴും ഇത്തരം രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഈ ചികിത്സാ രീതിയിൽ നമുക്ക് ചികിത്സിക്കാനാവുക? എല്ലാ അസുഖങ്ങൾക്കും നമ്മൾക്ക് ചികിത്സിക്കാം. അതെ അല്ലേ? ഒരു തടസ്സവുമില്ല. പക്ഷെ പ്രാണി ഹീലിംഗിൽ വരുന്ന ആൾക്കാർ എല്ലാ സിസ്റ്റവും കഴിഞ്ഞതിന് ശേഷം അവസാനമാണ് എത്തുന്നതാണ്. ശരിയാണ്, മനസ്സിലാക്കാൻ പലപ്പോഴും സമൂഹം എല്ലാം പ്രധാനപ്പെട്ട കേട്ടറിവുള്ള ഏറ്റവും ആധുനികമായ എല്ലാത്തിലും പോയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരെ ഞങ്ങള് ആദ്യമായി ചെയ്യുന്നത് കൈകൊണ്ട് ഊർജ തലത്തിലുള്ള ഒരു സ്കാനിങ്, അസുഖം നിർണയം. അതിന് പ്രധാനമായും അവരുടെ ശരീരത്തിൽ ഊർജ ആധിക്യമുണ്ടോ അല്ലെങ്കിൽ ഊർജ ശോഷണമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട. ആധുനിക ഉപകരണങ്ങളൊന്നും ആവശ്യമില്ല. അത് ഈ ടീച്ചിങ്സിലുണ്ട്. വളരെ വ്യക്തതയോടുകൂടി അത് നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള പ്രഭാവലയമാണ് നമ്മൾ ഓറ എന്ന് പറയും. അതാണ് ആദ്യം സ്കാനിങ് ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓറയിൽ തന്നെ നമ്മുടെ ദൃശ്യ ശരീരത്തിൽ നിന്നും ഉള്ള ചക്രകള്, ഈ ഓറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു പ്രഭാവലയം അങ്ങനെയൊക്കെ പറയുന്നതാണ്. അതെ, നമ്മുടെ ശരീരത്തെ ദൃശ്യ ശരീരമെന്നും അദൃശ്യ ശരീരമെന്നും ഗുരു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ ദൃശ്യ ശരീരം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, തൊട്ട് നോക്കാം, കാണാം, ഒക്കെ ചെയ്യാം. പക്ഷെ അദൃശ്യ ശരീരമായ ഊർജ്ജ ശരീരം അല്ലെങ്കിൽ ഈ പ്രഭാവലയത്തെ സാധാരണക്കാരന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. പഠിച്ച ഒരു പ്രാണികീലർക്ക് അദ്ദേഹത്തിന് അത് തൊട്ടു നോക്കാം. അതീന്ദ്രിയ ജ്ഞാനമുള്ള സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അത് കാണാനും കഴിയുന്നു. അല്ല, നേരത്തെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഭാരതത്തിലെ പല ആചാര്യന്മാർക്കും അല്ലെ ഭാവിയും ഭൂതവും വർത്തമാനവും ഒക്കെ നേരത്തെ കാണാൻ കഴിയുന്ന പറയുന്ന പോലെ അവസ്ഥയാണ്. ആ ഒരു പ്രാചീന ശാസ്ത്രവും ഒരു കലയുമാണ് പ്രാണികീലി. അപ്പൊ ട്രെയിനർ അല്ലെ ഒരു ഹീലർക്ക് ശരിക്കും അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് അല്ലേ? ആ ഹീലർക്ക് കാണാം. അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആത്മീയമായ ഊർജം കടന്നു വരികയും നമ്മുടെ ദുഷിച്ച ഊർജത്തെ ഒരുപാട് പുറത്തള്ളാനും സഹായിക്കുന്നുണ്ട് ധ്യാനം. അപ്പം അതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്ന ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഒന്ന് നമ്മുടെ ഈശ്വരനുമായി സന്ധിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ യോജിക്കാൻ അതെ ഒരു കണക്ഷനാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ആത്മീയമായ ആ ശക്തി പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. മൂന്നാമതെന്ന് പറഞ്ഞാൽ നിശ്ചലതയാണ്. നാലാമതെന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട ആനന്ദം, ബ്ലീസ് എന്നൊക്കെ പറയും. അത് നമുക്ക് ഈ മെഡിറ്റേഷൻ വഴി കിട്ടുന്നുണ്ട്. അത് അവനവൻ മാത്രം കൂടി നമ്മളൊക്കെ ആത്മീയ ശക്തിയെ സംവേദിക്കാനുള്ള ഒരു അവസരം ഈ ധ്യാനം വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. പവർഫുൾ ആയിട്ടുള്ള ഇരുഹൃദയ ധ്യാനമാണ് ആദ്യഘട്ടത്തിൽ ഗുരു പ്രാണിഹീലർമാർക്കായി പഠിപ്പിക്കാൻ തന്നിരിക്കുന്നത്. അതൊന്ന് ചോദിച്ചോട്ടെ സാർ, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രകൃതിയിലേക്ക് വരുന്ന ഒരു ഊർജ്ജത്തെ നേരിട്ട് നമുക്ക് സ്വീകരിക്കാതെ ഒരു ഗുരുവിലൂടെ കടന്നു വരണം എന്ന് പറയാറുണ്ട്? അതേപറ്റി ഒന്ന് വിശദീകരിക്കാം. എന്തുകൊണ്ടാണ്? എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഗുരു പറഞ്ഞിരിക്കുന്നത് ഈശ്വരിൽ നിന്നും ആത്മീയമ ശക്തി ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകി വരും. അപ്പൊ ഒരു ഗുരുമുഖത്തുനിന്ന് ഒരു ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഗുരു അത് റെഗുലേറ്റ് ചെയ്ത് തരാം. അങ്ങനെ വരുമ്പോൾ ആ സാധകനിലേക്ക് ആവശ്യമായ ഊർജം മാത്രമേ ആ ഗുരു വഴി ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് അസ്വാസ്ഥ്യങ്ങൾ, ശക്തി അധികമായി വരുമ്പോഴുള്ള അസ്വാസ്ഥ്യങ്ങൾ ഒഴിവാക്കാൻ ശാന്തമായിട്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിന് ദോഷമില്ലാത്ത രീതിയിൽ തന്നെ അല്ലേ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴും ഒരു ഗുരുമുഖത്ത് നിന്ന് നമ്മൾ ഈ വിദ്യ അഭ്യസിക്കുമ്പോൾ അത് വളരെയധികം ഗുണം ചെയ്യും. എല്ലാ തെറ്റുകളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ശരിയാണ്. സാർ, നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ലോകത്തെ ഏറ്റവും അധികം മെഡിസിൻ വിൽക്കപ്പെടുന്നത് പെയിൻ മാനേജ്മെന്റിന് ആണ് എന്ന് പറയാറുണ്ട്. വേദന എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു സോഴ്സ് ഇല്ല, എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് പറയാറുള്ളത്. ഇന്ത്യക്കാരെ പ്രത്യേകിച്ചും നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്താറുള്ള ഒരു കാര്യം, ഓടിച്ചെന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിൻ വാങ്ങിച്ചിട്ട്, പെയിൻ കില്ലേഴ്സ് എന്നറിയപ്പെടുന്ന മെഡിസിൻ വാങ്ങിച്ചിട്ട് ഏത് വേദനയായാലും, തലവേദനയായാലും ശരീരവേദനയായാലും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. പിന്നീട് അത് മാരകമായ മറ്റ് അസുഖങ്ങളിലേക്ക് വഴിതെളിക്കും എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും. അപ്പോൾ ഏറ്റവും അധികം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ പ്രാണിക് ഹീലിംഗിൽ എങ്ങനെയാണ് വേദനയെ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. സാർ, അതിനെ പറ്റി പറയാം. പ്രാണിക് ഹീലിംഗിൽ ഏറ്റവും വലിയ ഒരു അനുഭവം കൊടുക്കാൻ കഴിയുന്നത് വേദന മാറ്റിക്കൊടുക്കലില്ലാണ്. അതെ അല്ലേ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എത്ര സമയം എടുക്കും സാർ സാധാരണ? അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ആള്, ഒരു രോഗി ഒരു പ്രാണിക്കിലെടുത്ത് വരുമ്പോൾ ആ വേദന മാറുമ്പോഴാണ് പല സ്ഥലങ്ങളിലും പോയിട്ട് വേദന മാറിയിട്ടില്ല, വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ, ശരീരവേദന മാറിയെന്ന് അവരുടെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ അയാൾ വേറെ ഒരാളെയും കൂട്ടിയിട്ടാണ്. അനുഭവം ഗുരു എന്ന് പറഞ്ഞ പോലെയാണ്, അതിനപ്പുറത്ത് സാക്ഷ്യപ്പെടുത്തലിന്റെ ആവശ്യമില്ല. നമുക്ക് ആൾക്കാർ അതിന്റെ അർത്ഥം പെട്ടെന്ന് തന്നെ വേദന മാറുന്നില്ല. അത് പ്രധാനമായിരിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ ദൃശ്യ ശരീരത്തോടൊപ്പം അദൃശ്യ ശരീരം, ഊർജ ബോഡിയിൽ ആണ് അസുഖം ആദ്യമായി എത്തുന്നത്. ഈ പ്രാണിക് ഹീലിംഗിലെ കണ്ടെത്തൽ അത് മെഡിക്കൽ സയൻസിൽ അതില്ലാത്തത് കൊണ്ട് ആ ഭാഗം അവർക്ക് ഫിസിക്കലായിട്ടൊരു തലം മാത്രമേ അവർ കാണാൻ കഴിയില്ല, അതിനെപ്പറ്റി ചിന്തിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രഭാവലയങ്ങൾ, ദ്വാരങ്ങൾ സംഭവിക്കുക, അതുപോലെ തന്നെ ആരോഗ്യ പ്രഭാവലയുണ്ട്, അതിന് ഡ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഒടിഞ്ഞു തൂങ്ങുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരീരം മുഴുവനും ശക്തമായ ഒരു വേദന പേഷ്യന്റ് ഉണ്ടാവും. അപ്പൊ നമ്മളത് പൊതുവായി ഒരു പൊതു ശുദ്ധീകരണം നമ്മളിത് പഠിക്കുന്നുണ്ട്, ക്ലെൻസിങ് പ്രോസസ്. അത് മുന്നിലും ബാക്കിലും ചെയ്യുമ്പോഴേക്ക് തന്നെ അവരുടെ ഓറ അല്ലെ പ്രഭാവലയം, അതിൽ ദ്വാരങ്ങൾ അടയുകയും ആ ദ്വാരങ്ങളിൽ കൂടി പുറത്തു പോകുന്ന എനർജി തടയപ്പെടുകയും അതുവഴി നമ്മുടെ ശരീരത്തിൽ ഊർജം നിലനിൽക്കുകയും ഈ ഊർജം നമ്മുടെ ദൃശ്യ ശരീരത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷന് സഹായമാവുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ വേദന ഇല്ലാതാവാറുണ്ട്. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് മുട്ടുവേദന, ബാക്ക് പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളമായിട്ട് വിഷമിക്കുന്നില്ല. ചിലർക്ക് കഴുത്താണെങ്കിൽ വർഷങ്ങളോളം തിരിക്കാൻ വയ്യാത്ത അസുഖമൊക്കെ ആയിട്ട് സ്പോണ്ടിലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ അസുഖമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്ന ഒരുപാട് ആളുകൾക്ക് പ്രാണിക് ഹീലിംഗിലൂടെ നല്ല ചികിത്സ കിട്ടി, സമാധാനം കിട്ടി, ആശ്വാസം കിട്ടി എന്നൊക്കെ കേൾക്കാറുണ്ട്. സത്യമാണ് സാർ? എങ്ങനെ? ശരിയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഓറകൾക്ക് ഉള്ളിലായിക്കൊണ്ട് തന്നെ അതേസമയം ദൃശ്യ ശരീരത്തിന് പുറത്തേക്കായിക്കൊണ്ട് ചക്രകൾ അല്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചക്രാസ് എന്നാണ് പറയുന്നത്, ഊർജ്ജ കേന്ദ്രങ്ങൾ എന്നാണ് പറയാം. ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ ശരിയായ രീതിയിൽ, അതായത് ആന്റി ക്ലോക്ക് വൈസിലും തിരിഞ്ഞുകൊണ്ടിരിക്കും. ക്ലോക്ക് വൈസിൽ തിരിയുമ്പോൾ
അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഊർജത്തെ സ്വീകരിക്കുകയും അതാത് ഏരിയയിലുള്ള പ്രധാനപ്പെട്ട ആന്തരാവയവങ്ങളിലേക്ക് ഊർജത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യാണ്. അതോടൊപ്പം തന്നെ ആന്റി ക്ലോക്ക് വൈസിലേക്ക് തിരിയുമ്പോൾ അവിടെ നിന്നുള്ള ആന്തരാവയവങ്ങളിലുള്ള ദുഷിച്ച ഊർജത്തെ പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ചക്രകൾ നിർവഹിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എപ്പോൾ ഈ ചക്രകൾ പ്രവർത്തനക്ഷമത കുറയുന്നു, ആന്തരാവയവങ്ങളിലേക്ക് വേണ്ടത്ര സർക്കുലേഷൻ ഇല്ലാത്ത, ഊർജം ലഭിക്കാത്ത അവസ്ഥ വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തൊരവസ്ഥ ഇതിൽ വരുന്നത്. അങ്ങനെയാണ് ഇത് രണ്ടും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഊർജം ശരിയായ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആന്തരാവയവങ്ങളിൽ ശക്തമായ രക്തപ്രവാഹം നടക്കുന്നു. അപ്പൊ ആന്തരാവയവങ്ങൾ ശക്തിപ്പെടുന്നു. എപ്പോൾ ഊർജം ലഭിക്കാത്ത അവസ്ഥ വരുന്നോ, സർക്കുലേഷൻ കുറയുന്നു, ആന്തരാവയവങ്ങളുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാവുന്ന ഒരു അവസ്ഥ ആണ് പ്രാണിക് ഹീലിംഗിൽ ഗുരു ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ഓരോ അസുഖങ്ങൾക്ക് നമുക്ക് ഓരോ പ്രത്യേക ഭാഗങ്ങളിലുള്ള വേദനകൾ ഉണ്ടാവും സാർ. ചിലർക്ക് കഴുത്തായിരിക്കാം, ചിലർക്ക് ഊരഭാഗത്തായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പ്രാണിക് ഹീലിംഗിൽ ഇതിൽ ഏതെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ സാധാരണ ചികിത്സ നടത്തുമ്പോൾ? അതെ, പ്രധാനമായും വ്യത്യാസങ്ങളില്ലെങ്കിലും ചക്രകളാണ് ഇതിൽ പ്രധാനമായും. ഇപ്പം സർക്കുലേറ്ററി സിസ്റ്റം ശരിയായ രീതിയിൽ ഒഴുകുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല. ഏത് ഭാഗത്തെ ചക്രയാണ്? ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ട്, രക്തമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഹൃദയത്തിന്റെ പിന്നിൽ നിന്ന് ഞങ്ങൾ ഊർജത്തെ പ്രദാനം ചെയ്യുമ്പോൾ ആ എല്ലാ മേഖലകളിലേക്കും ആ രക്തം പ്രവഹിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് വേദനകൾ